ആരു ആരു ആ അതെ വരണ്. എന്താ അമ്മ? എടി അച്ഛനെ ഒന്ന് വിളിച്ചേ. നാളേക്കുള്ള ഗിഫ്റ്റ് മേടിക്കാൻ മറക്കണ്ടെന്ന് പറ. ഇന്ന് വാങ്ങിച്ചില്ലെങ്കിൽ നാളെ പോണ നേരത്ത് കട തുറക്കൂല. വെറും കൈയോടെ പോകേണ്ട വരും. വിളിക്കാം. ഒന്ന് വിളിക്കടി, അച്ഛൻ വരാൻ നേരായി. ആ വിളിക്കാമോ? ആ അച്ഛാ, ഗിഫ്റ്റ് മേടിക്കാൻ മറക്കണ്ട കേട്ടാ. ആ മേടിച്ചാ. അല്ല, അമ്മ വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചതാ. എത്താറായാ? ആ ശരി എന്നാ. എന്നിട്ട് ആ പാത്രം ഒന്ന് കഴുകി വെക്കും. എങ്ങനെ? ആ പാത്രം ഒന്ന് കഴുകി വെക്കും മോളെ. അങ്ങനെ പറ. എടി അച്ചു എന്തേ? അവൻ പുറത്ത് ആരെങ്ങാണ്ട ഫോൺ വിളിച്ച് നിൽക്കണ്ട്. വല്ല പെണ്ണാണോ? പെണ്ണാ? അമ്മയ്ക്ക് എന്താണ്? ആ പൊട്ടനെയൊക്കെ ആരെങ്കിലും പ്രേമിക്കൂ? അപ്പൊ ഇന്നത്തെ മാച്ച് മൂഞ്ചല്ലേ? പോട്ടെ, അടുത്ത കളിയിൽ പിടിക്കാം. ഞാനും ഉണ്ടാവില്ല, നോക്കാം. നീ ഷോക്കായിരുന്നു അറിഞ്ഞില്ല? അതൊക്കെ അറിഞ്ഞു. ശരി എന്നാ. മോളെ ഒരു പപ്പടം എടുക്ക്. അച്ഛാ, ഗിഫ്റ്റ് എന്താ മേടിച്ചേ? അതൊരു കുക്കറാ. അയ്യേ, കുക്കറാ? അതിനെന്താടാ, ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലേ മേടിച്ചു കൊടുക്കേണ്ടത്. എന്ന് വെച്ച് കുക്കറാണോ കല്യാണത്തിന് മേടിച്ചോണ്ടേ? നിങ്ങൾക്കൊരു ഗിഫ്റ്റ് സെൻസ് ഇല്ലട്ടാ. ഓ, എനിക്ക് ഇത്രക്കേ ഉള്ളൂ. അതിന് നീ വരണ്ടില്ലല്ലോ, ഞങ്ങളല്ലേ കൊടുക്കണത്. നിങ്ങൾ കൊടുത്തു, എനിക്കെന്താണ്? നിനക്കൊന്ന് വന്നാലേ എന്താടാ? എല്ലാവരും ഒന്ന് കണ്ടൂടെ? നീ വരികയാണെങ്കിൽ ആരുനും ഒന്ന് വന്നൂടെ? അമ്മയ്ക്ക് എന്താണ്? എനിക്ക് അവിടെ വരുന്ന പകുതി പേരെ പോലും അറിയില്ല. എന്നിട്ട് എല്ലാവരും ഒന്ന് ചോദിക്കും, മോനെ അറിയോന്ന്. അറിയാന്നും പറയണം. ഇനി അറിയില്ല എന്ന് പറഞ്ഞാലോ, അതും പ്രശ്നം. എന്തിനാണ് വെറുതെ? ഓ, എന്നാൽ കുക്കർ. അതെ, നാളെ ഗിഫ്റ്റ് മാത്രം കൊടുത്താൽ മതിയോ? പൈസ ആയിട്ട് അതെല്ലാം കൊടുക്കണോ? പെൺകുട്ടിയുടെ കല്യാണല്ലേ. എത്രയപ്പോ കൊടുക്കുക? ഞാനൊരു 2000 മാറ്റി വെച്ചിട്ടുണ്ട്. അത് മതിയാ? ആ, നോക്കട്ടെ എന്തെങ്കിലും കൂടി കൂട്ടി കൊടുക്കാൻ പറ്റുമോന്ന്. നോക്കാല്ലേ, ആ എന്തെങ്കിലും ചെയ്യാം. ആ, നീയേ കിടക്കാൻ നോക്ക്. നാളെ നേരത്തെ പോണ്ടതല്ലേ. അലാറം വെക്കാൻ മറക്കണ്ട കേട്ടോ. ഓ, ആ, നീ ഇതുവരെ റെഡി ആയില്ലേ? ഇപ്പൊ തീരും. ഓ,
സുമേ കഴിഞ്ഞില്ലേ? ഓ കഴിഞ്ഞു രാജേട്ടാ. വാ 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 വാ. ഇപ്പൊ ഇറങ്ങിയാലേ സമയത്തിന് അവിടെ എത്താൻ പറ്റൂ. സാധനങ്ങളൊക്കെ എടുത്തില്ല? എടുത്തെടുത്ത്. ആ ആരു എത്തിയിട്ട് വിളിക്കാട്ടോ. അച്ചു എണീക്കുമ്പോ ചായ കൊടുക്കണേ. പോട്ടെ മോളെ. ആരു 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 എന്താ? ഫുഡൊന്നുമില്ലേ? ഇല്ലടാ. എന്താ ഇല്ലാത്തെ? എനിക്ക് വയ്യ. എന്താണ് വയ്യാത്തെ? വെറുതെ. എനിക്ക് വയ്യ. എനിക്ക് ഉണ്ടാക്കാൻ സൗകര്യമില്ല. നിനക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കും. അത് ചൂടാണ്. എന്തിനാണ്? ആരോ വാ, വന്ന് ഫുഡ് കഴിച്ചേ. എനിക്ക് വേണ്ടടാ. എന്നോടുള്ള ദേഷ്യം ഫുഡിനോട് കാണിക്കാൻ എന്തിനാണ്? അല്ലടാ, എനിക്ക് വേണ്ടാന്നാണ്. നീ എണീച്ചേ, വന്ന് ഫുഡ് കഴിക്ക്, എന്നിട്ട് പോയി കിടന്നോ. നീ കഴിച്ചോ, ഞാൻ വരാം. മതിയാക്കിയാ? മതിയായി.
എന്തേ? ആ പാക്കറ്റ് ഞാൻ മേടിച്ചതാ. നിനക്കെങ്ങനെ മനസ്സിലായി? നിന്റെ ദേഷ്യവും ക്ഷീണവും കണ്ടപ്പോൾ മനസ്സിലായി. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നിനക്കിതൊക്കെ എന്നോട് പറഞ്ഞൂടെ? എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ചെയ്യൂലേ? നീ മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ പെൺപിള്ളേരും ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പെൺപിള്ളേർ മാത്രമല്ലേ സംസാരിക്കുള്ളൂ. ഞാൻ നിന്റെ അനിയനല്ലേ? എടാ, നിന്നോട് പറയാൻ പ്രശ്നം ഉണ്ടായിട്ടല്ല. ഞങ്ങൾക്കൊക്കെ ഫസ്റ്റ് പീരീഡ്സ് ആകുമ്പോൾ തന്നെ ഇങ്ങനെയല്ലേ പഠിക്കണേ. ആരോടും മിണ്ടാൻ പാടില്ല, പറയാൻ പാടില്ല. പഠിക്കണതല്ല, പഠിപ്പിക്കണതാ. പഠിപ്പിക്കണതൊക്കെ അതേപോലെ അനുസരിച്ചിട്ടാണ്. ഈ കാര്യത്തിലൊക്കെ നിങ്ങൾ മാറാണ്ട് ഇവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോണില്ല. വെറുതെ പറയാന്ന് മാത്രം.